എൻ്റെ ഡ്രീമാണ് ആ ഒരു നഴ്സിംഗ് എന്ന് പറഞ്ഞ ഫീൽഡ്. അത് UK തന്നെ എടുക്കണം എന്ന് എനിക്ക് ഒരു ഇതുണ്ടായിരുന്നു. സോ അതിന് ആവശ്യമായിട്ടുള്ള ഒരു കാര്യം IELTS, അത് ഞാനിപ്പോൾ ക്രാക്ക് ചെയ്യാൻ പറ്റി. അതിന് റോസ്മേരി മാം എന്നെ ഹെൽപ്പ് ചെയ്തത്. ആൻഡ് ഇതുവരെയുള്ള ജേർണിയിൽ ഐ എം സോ ഹാപ്പി. ഹായ്, എൻ്റെ പേര് ദുർഗ. ഞാൻ വരുന്നത് കണ്ണൂരിൽ നിന്നാണ്. അപ്പോൾ ഞാൻ IELTS എടുത്തത് ഇവിടെ EduFlyer വെച്ചിട്ടാണ്. ആൻഡ് എൻ്റെ റിക്വയർഡ് സ്കോർ എന്ന് പറഞ്ഞാൽ 7 ആയിരുന്നു. ആൻഡ് എനിക്കത് അച്ചീവ് ചെയ്യാൻ പറ്റി ബിക്കോസ് ഓഫ് റോസ്മേരി മാം. എൻ്റെ മെൻറ്റർ മാം ആയിരുന്നു. മാം എന്ന് പറഞ്ഞാൽ നമുക്കൊരു മാമിനെക്കാട്ടിലും ഷി വാസ് സോ ഫ്രണ്ട്ലി ടു അസ്. സോ EduFlyerൽ ഞാൻ വന്നത് എൻ്റെ ഒരു ഫ്രണ്ട് സജസ്റ്റ് ചെയ്തപ്പോഴാണ്. ആൻഡ് ഫസ്റ്റ് വന്നപ്പോൾ ഐ വാസ് സോ ടെൻസ്ഡ്. എനിക്കിത് ക്രാക്ക് ചെയ്യാൻ പറ്റുമോ ഒന്നും എനിക്കറിയില്ലായിരുന്നു. റോസ്മേരി മാമിൻ്റെ ഹെൽപ്പോടും സപ്പോർട്ടോടും കൂടിയാണ് ഞാൻ എൻ്റെ റിക്വയർഡ് സ്കോറായ 7 ബാൻഡ് എനിക്ക് കിട്ടിയത്. മാമിൻ്റെ എല്ലാ പ്രൊസീജിയേഴ്സ് പഠിപ്പിക്കുന്ന രീതികൾ, സ്ട്രക്ചേഴ്സ് ആൻഡ് ഫോംസ് ഒക്കെ നല്ല രീതിയിലായിരുന്നു. അത് നമ്മളെ ഭയങ്കരമായിട്ട് ഹെൽപ്ഫുൾ ചെയ്തു. മാം എന്ന് പറഞ്ഞാൽ ഫ്രണ്ട്ലി ആയിട്ട് നമ്മളെ ഹാൻഡിൽ ചെയ്തു. അതുകൊണ്ട് കംഫർട്ടബിളായിട്ട് നമുക്ക് ക്ലാസ്സിൽ അറ്റൻഡ് ചെയ്യാൻ പറ്റി. എക്സാമിന് വേണ്ടിയിട്ട് ഞാൻ മെയിൻലി ഫോക്കസ് ചെയ്തത് സ്പീക്കിംഗ് ആണ്, ബൈ വാച്ചിങ് മൂവീസ്, സീരീസ്. റൈറ്റിംഗ് ആയാലും ഡെയിലി പ്രാക്ടീസോടുകൂടിയും ഡെയിലി നമ്മൾ റൈറ്റിംഗ് 2 ടാസ്കും എഴുതി പ്രാക്ടീസ് ചെയ്യുമ്പം ഇറ്റ് വിൽ ബി മോർ ഹെൽപ്ഫുൾ. റീഡിങ്ങിൻ്റെ കാര്യത്തിലാണ് പറയുമെങ്കിൽ വി ഷുഡ് ബി മോർ ഫോക്കസ്ഡ് ഓൺ ദാറ്റ്. നമ്മൾ സ്ട്രെസ്ഫുൾ ആയിട്ടിരുന്ന് വായിച്ചു കഴിഞ്ഞാലൊന്നും നമുക്ക് റീഡിങ് നമുക്ക് അച്ചീവ് ചെയ്യാൻ പറ്റില്ല. സോ ഞാൻ UK നോക്കുന്നത്. അതും നഴ്സിങ്ങിനായിരുന്നു നോക്കിയത്. ആൻഡ് ഇപ്പോൾ എൻ്റെ ഡ്രീമാണ് ആ ഒരു നഴ്സിംഗ് എന്ന് പറഞ്ഞ ഫീൽഡ്. അത് UK തന്നെ എടുക്കണം എന്ന് എനിക്ക് ഒരു ഇതുണ്ടായിരുന്നു. സോ അതിന് ആവശ്യമായിട്ടുള്ള ഒരു കാര്യം IELTS, അത് ഞാനിപ്പോൾ ക്രാക്ക് ചെയ്യാൻ പറ്റി. അതിന് റോസ്മേരി മാം എന്നെ ഹെൽപ്പ് ചെയ്തത്. ആൻഡ് ഇതുവരെയുള്ള ജേർണിയിൽ ഐ എം സോ ഹാപ്പി. താങ്ക് യു EduFlyer.